ഒമാനിലെ കേരളീയ മുസ്ലിം സമൂഹത്തിലെ മതവിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കിയ മസ്കത്ത് സുന്നി സെൻറ്റർ പ്രാഥമിക മതപഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് മംബഉൽ ഹുദ പ്രൈവറ്റ് സ്കൂൾ ഫോർ ഖുർആൻ സ്റ്റഡീസ്. 1991 ഒക്ടോബർ 16 മർഹൂം അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മദ്രസ ഉദ്ഘാടനം ചെയ്തു. ഇ അഹമ്മദ് സാഹിബ്, ഡോക്ടർ പി മുഹമ്മദ് അലി സാഹിബ് ഗൾഫാർ, എം.എ. യൂസുഫ് അലി സാഹിബ് തുടങ്ങിയ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ 2001 ഡിസംബർ 28 സ്വന്തമായ മദ്രസ കെട്ടിടത്തിന് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശിലപാക്കി. ഡോക്ടർ പി മുഹമ്മദ് അലി സാഹിബിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടിൽ 2006 മസ്കത്തിൽ സുന്നി സെൻറ്റർ മദ്രസ കെട്ടിടം ഉയർന്നു വന്നു. മസ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ നിലവിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മികവുറ്റ അധ്യാപനവും ചിട്ടയോടെയുള്ള പഠന രീതിയും ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാഠ്യവിഷയങ്ങളിൽ പ്രായോഗിക പഠന രീതിയും വിദ്യാർത്ഥികളുടെ അസംബ്ലി കൂട്ടായ്മയും മംബഉൽ ഹുദയെ വേറിട്ടതാക്കുന്നു. ഒമാൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ മസ്കത്തിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമായ ഈ വിജ്ഞാന തീരത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാലോചിതമായ സിലബസോടുകൂടി 1 മുതൽ +2 വരെ പഠനം നടക്കുന്നുണ്ട്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക ക്ഷമതയ്ക്കും അനുയോജ്യമായ വിനോദങ്ങൾക്ക് വിപുലമായ സൗകര്യം ഏറെ ആകർഷിക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ വാസന പരിശീലിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. മസ്കത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച മുസാബഖ പ്രോഗ്രാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ മദ്രസയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും പ്രത്യേക ഊന്നൽ നൽകി സ്ഥാപനം പ്രഗത്ഭരായ ട്രെയിനർമാരെ ഉപയോഗപ്പെടുത്തി മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ഹിസ്ബ്, ട്രെയിനിങ്, തഹ്സീനുൽ ഖിറാഅ തുടങ്ങിയ കോഴ്സുകൾ പാസ്സായ ബിരുദധാരികളും കലാസാഹിത്യ രംഗത്ത് കഴിവ് തെളിയിച്ചവരുമായ അധ്യാപകരുടെ മികച്ച സേവനം സ്ഥാപനത്തെ ജനഹൃദയങ്ങളിൽ പ്രിയങ്കരമാക്കി തീർത്തു. കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും അനിവാര്യത മനസ്സിലാക്കി മസ്കത്ത് സുന്നി സെൻറ്റർ സ്ഥാപിച്ച മദ്രസ 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ ഒമാനിലെ കേരള മുസ്ലിങ്ങളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്.